പെട്ടെന്ന് ഇങ്ങനെ കഴിയുമ്പോഴേ ഇൻസ്പെക്ടർ ബൽറാം, പിന്നെ സി ഡി മൂസയിലെ ജഗതി ചേട്ടൻ ഉഗ്രനല്ലേ, ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചിട്ടു. പിന്നെ പിന്നെ എനിക്ക് ഇതിലെ റെഫറൻസ് എന്തായിരുന്നു അറിയോ? സിംഗം. കാര്യമില്ല. അപ്പോ ഡയറക്ടർ സിംഗം മോഡിൽ പിടിക്കാം എന്ന് പറയുമ്പോൾ ഷൂട്ട് തുടങ്ങാൻ 2 ആഴ്ചയേ ഉള്ളൂ. അപ്പൊ ഞാൻ ട്രെയിനറിന്റെ അടുത്ത് പറഞ്ഞു, ജിമ്മില് ബ്രോ 2 ആഴ്ച ഉണ്ട്, സിംഗാണ്. ഇപ്പൊ അവരുടെ മനസ്സിൽ ഞാൻ പോലീസ് ജീപ്പിൽ ഇറങ്ങി വരുമ്പോൾ അവരുടെ മനസ്സിലുള്ള മ്യൂസിക് എന്നായിരിക്കും. അത് മാറ്റണം. ഷൂട്ട് തുടങ്ങുന്നത് ഞാൻ പോലീസ് ജീപ്പിൽ ഇറങ്ങുമ്പോൾ അവർക്ക് സിംഗം സിംഗം എന്നുള്ള മ്യൂസിക് ഇടാൻ തോന്നണം എന്ന് പറഞ്ഞു. അപ്പൊ ട്രെയിനർ എൻ്റെ അടുത്ത് പറഞ്ഞു, 2 ആഴ്ചയല്ലേ സാർ, അത് മിക്കവാറും അതാവാനേ വഴിയുള്ളൂ, സിംഗാവാൻ ഒരു സാധ്യതയില്ല എന്ന് പറഞ്ഞു. പിന്നെ ഉള്ളതൊക്കെ വെച്ചിട്ട് സിംഗുമായിട്ട് സിംഗാവനം നോക്കി. അത്ര അതായിരുന്നു എൻ്റെ ഒരു സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ദിലീപേട്ടനായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ജനപ്രിയ നായകൻ എന്നുള്ള രീതിയിലേക്ക് ബേസിലായിട്ട് പോകുന്നത് കൊണ്ടാണ് ദിലീപേട്ടനെ വെച്ച് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കമ്പയർ ചെയ്യുന്നതിലൂടെ എന്താ പറയാനുള്ളത്? അല്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് നമ്മളെ ചെറുപ്പകാലം മുതലേ അങ്ങനെയുള്ള സിനിമകൾ കണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ്. എന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ സന്തോഷം. പക്ഷെ എനിക്ക് അതിന് എൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ലെഗസി അത് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പൊ അതുമായിട്ട് ഞാൻ കമ്പയർ ചെയ്യപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. ബേസിൽ ബ്രോ അടുത്ത ഡയറക്ഷന് വേണ്ടിയിട്ട് ബ്രേക്ക് എടുക്കുന്ന റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? താല്പര്യമുണ്ട്, പക്ഷെ ശ്രമിക്കുന്നുണ്ട്. ശക്തിമാനാണോ മിന്നൽ മുരളിയാണോ ഡയറക്ഷന് വേണ്ടി നോക്കുന്നത്? ആകുമ്പോ പറയാം. അങ്ങനെ അതെ, അങ്ങനെ എനിക്ക് മനസ്സിലായില്ല. അത് സമയമാകുമ്പോ പറയാതെ ആയി വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ശരിയായി വരും, അതിനൊരു സമയം എടുക്കും. മിന്നൽ മുരളി യൂണിവേഴ്സിൽ തന്നെ ഇപ്പോൾ ഒരു പുതിയ ഫിലിം ഷൂട്ടിങ് കഴിഞ്ഞു. ധ്യാൻ ചേട്ടനെ നായകനാക്കിയിട്ട് ഡിറ്റക്റ്റീവ് ഉജ്ജ്വല. അപ്പോൾ നമ്മൾ ഭാവിയിൽ ടൊവിനോ ധ്യാൻ ശ്രീനിവാസനൊക്കെ ഒരുമിച്ചൊരു മിന്നൽ മുരളിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അറിയില്ല, ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിച്ച് തുടങ്ങിയിട്ടില്ല. അല്ല, അതറിയാലോ, ആ യൂണിവേഴ്സ് ഒക്കെ അറിയാം. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിന്റെ യൂണിവേഴ്സ് ഒക്കെ കേട്ടിട്ടില്ലേ? അറിയാം. ഭാവിയിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ടല്ലോ. സംഭവിക്കാം. എന്തൊക്കെ വേണ്ടേ? സംഭവിക്കണോ സംഭവിക്കാതെ? സംഭവിക്കണം. ഓക്കെ. ഭയങ്കര തികച്ചും വ്യത്യാസമായിട്ടുള്ള, ഞാൻ വിചാരിക്കാത്തതിലും കൂടുതലാണ് അവിടെ. തമിഴ് മൂവി ഞാൻ ചെയ്യുന്നതാണെങ്കിൽ പോലും കൂടുതൽ ഷൂട്ട് നടന്നത് വിശാഖ് അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്, ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അവിടെയുള്ള ആൾക്കാർ പോലും ഭയങ്കരമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് കുട്ടേട്ട സുഭാഷ് എന്ന് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അവിടെയുള്ള സാധാരണ കുഞ്ഞു സ്ഥലങ്ങളുള്ള ആൾക്കാർക്ക് വലിയ സ്ഥലങ്ങളാണെങ്കിലും എല്ലാവരും മൂവി കണ്ടിട്ടുണ്ട്. അപ്പം അത് അവിടെ വരെ റീച്ച് എത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. അതെല്ലാം തിരിച്ചറിഞ്ഞതിലും ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. ചെന്നൈയിലൊക്കെ നല്ല ഭയങ്കര രസമായിട്ടുള്ള റെസ്പോൺസാണ് കാണുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷം. ഇല്ല, എല്ലാവരും പറയുന്നത് എന്താ പറയാ, ഓക്കെ, ഭയങ്കര സന്തോഷം. ഇപ്പം അതിൻ്റെ ലാസ്റ്റ് ഇതൊക്കെ അങ്ങനെ അതിൻ്റെ റിസ്ക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് കുറേ അധികം സംസാരിച്ചു, എങ്ങനെയാണ് അതിൻ്റെ ഷൂട്ട് ചെയ്ത കാര്യങ്ങളും. പിന്നെ ഗിരീഷ് ത്രൂ ഔട്ട് ലൊക്കേഷൻ്റെ കൂടെ ഉണ്ടല്ലോ, ഗിരീഷ് കങ്ങാതെ. അപ്പോൾ ഗിരീഷിനെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചിദംബരം അടുത്ത മൂവി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ സൗബിൻക ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞാ ഞാൻ അങ്ങോട്ട് വിളിച്ചു ചോദിച്ചേ
മൂവിയൊക്കെ അനൗൺസ് ചെയ്തില്ല, കാസ്റ്റിംഗ് നടക്കണല്ലേ ഉള്ളൂ, നടക്കണുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞത് കുട്ടിയോ അമ്മയൊക്കെയായിരുന്നു. അപ്പൊ അമ്മ കുട്ടിയാവാനും പറ്റില്ല, പക്ഷെ ഇടക്കിടക്ക് വിളിക്കുന്നില്ല. അടുത്ത തമിഴ് മൂവിയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് അനൗൺസ് ചെയ്തിരുന്നു. അതിന്റെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇനി കൂടുതൽ പറയാൻ പറ്റില്ല ഇനി അതിനെ കുറിച്ച്. കാരണം അൽഫോൺസ് പുത്രന്റെ പടത്തിന്റെ അപ്ഡേഷൻ അൽഫോൺസ് പുത്രന്റെ തരുന്നല്ലേ നല്ലത്. ശബരി ചേട്ടൻ അതിന്റെ ഭാഗമാണോ? ഭാഗമാണ്, ആണ്. നിങ്ങള് ഞാന് പല പല കാര്യങ്ങൾ അൽഫോൺസായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതാണല്ലോ, അപ്പൊ അങ്ങനെ ഭാഗമാണ്. വിഷയത്തിൽ ബേസിൽ ഷാബ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ മന്ത്രി അടക്കം അതിനകത്ത് വിട്ടു. അപ്പൊ ഈ ബേസിൽ ഷാബും വിട്ടുപോകാൻ എന്താണ് ഒരു മാർഗം എന്താണ്? അതിനുള്ള പ്രതിവിധികൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് കൊറോണ വന്നാൽ ചിലപ്പോൾ ഷെയ്ക്കാൻ്റെ അതാണ് പ്രതിവിധി. അല്ല, അതിപ്പോ കൃത്യമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല, പക്ഷെ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എൻട്രി ഫീ ഒക്കെ വെച്ച് കേട്ടേണ്ടി വരും. ഇപ്പൊ എല്ലാരും കയറിക്കൊണ്ടിരിക്കും. പ്രേക്ഷകരായിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയിലേക്ക് ധ്യാൻ ചേട്ടനും കൂടി വരണമെന്ന് ആഗ്രഹമുണ്ട് പലരും. എനിക്ക് ആഗ്രഹമില്ല, ഞാൻ എടുക്കൂല. ഒന്ന് ആലോചിക്കണം.